പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അപ്പസ്തോലന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാഭിഷേകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വരികയും പൂർണ്ണ ധൈര്യത്തോടെ അവർക്ക് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള ശക്തിയും കൃപയും കിട്ടുവാൻ ഇടയായി. ഈ കൃപ അവർക്ക് കിട്ടിയപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതലുള്ള വചനഭാഗം, വസ്തുവകകളെല്ലാം പൊതുവായി അവർക്ക് അംഗീകരിക്കുവാനും കൊടുക്കുവാനും ഇടയായി. പൊതുമുതൽ എല്ലാം ഒന്നായി കാണാൻ ഇടവന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. വിശ്വസിച്ചവർക്ക് രണ്ട് അഭിപ്രായമില്ല. ഒരു സഭയിൽ രണ്ട് ചിന്തയില്ലായിരുന്നു. ഒരു പ്രാർത്ഥന ഒരു കുടുംബത്തിൽ രണ്ട് അഭിപ്രായമില്ലായിരുന്നു. അവരെല്ലാവരും വിശ്വസിച്ചവരുടെ കൂട്ടം ഒരേ അഭിപ്രായമായിരുന്നു, ഒരേ ഹൃദയമായിരുന്നു, ഒരേ മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ആരും അതങ്ങനെ മനസ്സിലാക്കിയില്ല. എല്ലാം പൊതുവായിട്ടാണ്. ഒരാൾക്ക് വേദനയുണ്ടെങ്കിൽ ആ വേദനയോട് കൂടെ അവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരുടെ വേദനയിൽ അവർ പങ്കുചേരുവാൻ ഇടവന്നു. ഇത് അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അഭിഷേകമാണ്. ഈ അഭിഷേകം കിട്ടുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ പ്രയാസങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ ഇടയാകുകയുള്ളൂ. ഒരു മനസ്സ് നമുക്കുണ്ടാകണം, ഒരു ഹൃദയം ഉണ്ടാകണം, ദൈവമായിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടായ്മത്വം നമുക്കുണ്ടാകണം. കാരണം ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്, ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ്, ഇങ്ങനെ പരിപാലിക്കുന്ന ഒരു കർത്താവിന്റെ കൂടത്തിൽ സകലതും പൊതുവായിട്ട് അവർക്ക് കാണാനുള്ള ഒരു വരവും ഒരു അഭിഷേകവും കർത്താവ് അവർക്ക് കൊടുക്കുവാനും അതുപോലെ അവർ അവരുടെ ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുവാൻ ഇടവന്നു. അപ്പസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. കണ്ടോ, അവർക്കൊരു മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഹൃദയം ഉണ്ടായിരുന്നു. കാരണം അപ്പസ്തോലന്മാരുടെ പ്രസംഗം, ആ പ്രസംഗത്തിലൂടെ മഹാശക്തിയുടെ കർത്താവിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി അവരുടെ എല്ലാം ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ബുദ്ധിമുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. കാരണം നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കുകയായിരുന്നു അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്തത്. അവരൊരു കുടുംബം പോലെയായിരുന്നു അവർ ജീവിക്കാൻ ഇടവന്നത്. അവരൊരു കുടുംബം, അത് വിശ്വസിച്ച കൂടത്തിലുള്ളവരായിരുന്നു അങ്ങനെ ഒരു കുടുംബത്തിലായിരുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് വേദന ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ പോകുവാനും പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനൊക്കെ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ അന്ന് അവർ ചെയ്യുവാനിടവന്നു. ഇന്ന് ഒത്തിരി വ്യത്യാസമായി. ഇന്ന് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ പോലും ആരും നോക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ഒരാളുടെ അകത്തേക്ക് കടന്നു വന്നാൽ നമുക്ക് ഉള്ളത് പങ്കുവെക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെയുള്ള വലിയ കൃപ കിട്ടും. ഇത് നമ്മുടെ മനസ്സാൽ കർത്താവ് കൊടുക്കുന്ന ഒരു ദൈവകൃപയാണ്. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ഒരു കൂട്ടായ്മത്വമാണ്. പ്രിയമുള്ളവരെ, ആദ്യം പങ്കുവെക്കേണ്ടത് നമ്മുടെ ഹൃദയം ദൈവത്തോട് കൂടെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു മാലിന്യമോ ഒരു കുറവോ ഒരു പോരായ്മയോ ഒന്നുമില്ല. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. കർത്താവ് എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്കൊന്നിനും കുറവ് വരുത്തുകയില്ല. നമ്മളിപ്പം ചിന്തിക്കും ഉള്ളവനുണ്ട് ഇല്ലാത്തവനില്ല എന്നല്ല. നമ്മുടെ കർത്താവ് വലിയ സമ്പന്നനായ ദൈവമാണെന്നേ. ഉള്ളവനെ നോക്കി നമ്മൾ അവൻ എന്താ ഇച്ചിരി തന്നാൽ എന്തേ എന്നൊന്നും ചോദിക്കേണ്ട. നമുക്ക് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം സഹായിക്കുവാൻ മതിയായ ദൈവമാ, അവന്റെ സമ്പന്നതയിൽ
യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇങ്ങനെ തരാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്ന, കൂട്ടായ്മയിൽ നമ്മളെ ബലപ്പെടുത്തുന്ന, ഒന്നിനും കുറവില്ലാതെ നമ്മളെ നയിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ, ഒന്നിനും ഒരു കുറവ് വരുത്തിയാലെന്ന് പറഞ്ഞവന്റെ സന്നിധിയിൽ എല്ലാം തരാൻ കഴിയുന്നവന്റെ അഭിഷേകം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒന്നിച്ച് കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ആർക്കും ഒരു കുറവ് വരുത്താത്തവൻ, കുറവുള്ളവന്റെ കുറവുകളെ മാറ്റി, പോരായ്മകളെ മാറ്റി അനുഗ്രഹിക്കുന്നവന്റെ ശക്തി ഇപ്പോൾ നീ വെളിപ്പെടുത്തണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.